മൗനരാഗം. രചന, അവതരണം ഋതു. ശ്രീഹരി പറഞ്ഞത് കേട്ട് ഒന്നനങ്ങാൻ പോലും ആവാതെ ലച്ചു കട്ടിലിൽ തന്നെ ഇരുന്നു. ശരീരത്തിൻ്റെ വിറയൽ അപ്പോഴും വിട്ടുമാറിയിരുന്നില്ല. ശ്രീയേട്ടനേക്കാൾ തൻ്റെ മനസ്സ് മനസ്സിലാക്കിയവർ മറ്റാരുണ്ട്? തൻ്റെ നോട്ടത്തിൻ്റെ ആഴം അളന്നവർ വേറെ ആരെങ്കിലും ഉണ്ടാവുമോ? കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പല ജന്മങ്ങളുടെ ബന്ധം കൈവന്ന പോലെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. എല്ലാവരോടും പേടിയോടെ മാത്രം നോക്കുന്ന ആണൊരുത്തൻ. പക്ഷെ തൻ്റെ മുന്നിൽ അങ്ങനെയാണോ? ഒരിക്കലുമല്ല. തെല്ലുപോലും സംശയം ശ്രീലക്ഷ്മിക്ക് ഉണ്ടായിരുന്നില്ല. കണ്ണു നിറയാൻ സമ്മതിക്കാതെ എപ്പോഴും ചേർത്ത് പിടിക്കുന്നവൻ, തൻ്റെ വേദനയിൽ നോവുന്നവൻ. എന്താണ് ഒരു മറുപടി പറയേണ്ടത്? മനസ്സെപ്പോഴോ അവനിലേക്ക് ചാഞ്ഞു പോയിരുന്നു. എന്നാൽ അത് പ്രണയമായിരുന്നോ? ഇതുവരെ അങ്ങനെയൊന്നും ആരോടും തോന്നിയിട്ടില്ല. എങ്കിലും ആ സാമീപ്യം പലപ്പോഴും കൊതിച്ചിരുന്നു. തന്നെ പൊതിഞ്ഞു സൂക്ഷിക്കുമ്പോഴും ഉള്ളം തുടിച്ചിരുന്നു. ഒരിക്കലും ആ കൈച്ചൂട് വിട്ടുപോവല്ലേ എന്ന് ആഗ്രഹിച്ചിരുന്നു. ശ്രീലക്ഷ്മി ചെറുപുഞ്ചിരിയോടെ കവിളിൽ കൈ ചേർത്ത് വെച്ചു. മഹേഷ് അന്ന് വീട്ടിലേക്ക് പോയിരുന്നില്ല. 3 പേരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാനിരുന്നത്. പതിവിന് വിപരീതമായി തന്നിൽ വല്ലാത്ത പരവേശം വന്ന് നിറയുന്നത് ശ്രീലക്ഷ്മി അറിഞ്ഞു. ശ്രീഹരി അടുത്ത് വരുമ്പോഴൊക്കെ നെഞ്ച് തുടിച്ച് പൊട്ടിപ്പോകുന്നത് പോലെ തോന്നി. അവൻ്റെ കണ്ണുകൾ പലപ്പോഴും തന്നിലേക്ക് തന്നെയാണ് എന്ന് തിരിച്ചറിയുമ്പോഴൊക്കെ ഉടലാകെ വിറക്കും. പതിവിലും നേരത്തെ അവൾ കിടക്കാനൊരുങ്ങി. അപ്പോഴാണ് ഒരു ഗ്ലാസ്സിൽ വെള്ളവുമായി ശ്രീഹരി മുറിയിലേക്ക് വന്നത്. അവൻ്റെ നോട്ടത്തെ നേരിടാനാവാതെ അവൾ ഒരു വശത്തേക്ക് മാറി നിന്നു. മേശയിൽ വച്ചിരുന്ന ടാബ്ലറ്റ് ഓരോന്നായി പൊട്ടിച്ച് ഗ്ലാസ്സിലെ വെള്ളവും എടുത്ത് ശ്രീഹരി അവൾക്ക് മുന്നിൽ നിന്നു. അവൾ അനുസരണയോടെ അതൊക്കെ കഴിച്ചു. എന്നിട്ടും മുന്നിൽ നിന്നും അവൻ മാറുന്നില്ല എന്നറിഞ്ഞ് ക്രമേണ അവൾ പതറാൻ തുടങ്ങി. ഉള്ളങ്കാൽ വിയർപ്പിൽ കുതിർന്നു. ശ്വാസോച്ഛ്വാസം ഉയർന്നു. കണ്ണുകൾ പരന്മീൽ പോലെ പിടച്ചു. ഇനിയും അങ്ങനെ നിന്നാൽ തളർന്നു വീണു പോകുമെന്ന് പോലും അവൾ സംശയിച്ചു. അവളിലെ വെപ്രാളം കൗതുകത്തോടെ നോക്കി നിന്ന ശ്രീഹരിയുടെ മനസ്സ് കടിഞ്ഞാണില്ലാതെ പിടക്കാൻ തുടങ്ങി. നിലവിട്ടു പോകുമെന്ന് ഒരു നിമിഷം അവൻ തിരിച്ചറിഞ്ഞു. ലച്ചു, ഒന്ന് നോക്കിയേ. അവളുടെ മുഖം കൂടുതൽ താണതേയുള്ളൂ. എൻ്റെ പെണ്ണ് എന്തേലും തെറ്റ് ചെയ്തോ ഇങ്ങനെ നിൽക്കാൻ? അവളുടെ താടിത്തുമ്പ് പിടിച്ചുയർത്തുമ്പോൾ ആദ്യമായി ആ കൈ വിറച്ചു. ഇല്ലെന്ന് അവൾ തലയാട്ടി. കണ്ണുകൾ അപ്പോഴും താഴോട്ട് തന്നെ. പിന്നെന്തിനാണ് ഈ വെപ്രാളം? ഇപ്പൊ കുളിച്ചതല്ലേ ഉള്ളൂ. ദേ നോക്കിയേ, ആകെ വിയർത്തല്ലോ. നെറ്റിയിലും കഴുത്തിലും പറ്റിപ്പിടിച്ച വിയർപ്പ് തുള്ളികളെ കൊതിയോടെ നോക്കിക്കൊണ്ടവൻ ചിരിച്ചു. ഒരുപാട് വൈകിക്കണ്ടെന്നാ എനിക്ക്. ലച്ചൂടി പറഞ്ഞ ആഡംബരമൊന്നുമില്ലാതെ ഒരു രജിസ്റ്റർ മാരേജ്, അത് മതി. ആരെയും ബോധിപ്പിക്കാനല്ല, ലച്ചുവിന് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണെന്ന് ഉറപ്പിക്കാൻ. ഇപ്പോൾ ഉറങ്ങിക്കോ. ഒരുപാടൊന്നും ഉറക്കമൊഴിക്കണ്ട, ക്ഷീണം കാണും. അത്രയും വാത്സല്യത്തോടെ അവൻ നെറുകയിൽ തഴുകി. ശ്രീലക്ഷ്മിക്ക് അമ്മയെ ഓർമ്മ വന്നു. കണ്ണുകൾ സജലമായി. എല്ലാവരും ഉണ്ടാകും കൂടെ, പേടിക്കണ്ട കേട്ടോ. അവൾ കട്ടിലേക്ക് കയറി കിടന്നു. ശ്രീഹരി പുതപ്പ് നേരെയാക്കി അവളെ തന്നെ നോക്കി നിന്നു. മരുന്ന് കഴിച്ചതിനാലാവാം കണ്ണുകൾ പതിയെ അടഞ്ഞു വന്നു. കുനിഞ്ഞു നിന്ന് വിയർപ്പ് തിളങ്ങുന്ന നെറ്റിയിൽ മൃദുവായി ചുംബിച്ച ശേഷം അവൻ പുറത്തേക്കിറങ്ങി. മഹേഷ് സോഫയിൽ ഫോണും നോക്കി ഇരിപ്പുണ്ട്. ഇവിടെ തന്നെ ഉണ്ടാവണം, എങ്ങും പോവരുത്. ബുള്ളറ്റിൻ്റെ താക്കോലും എടുത്ത് പുറത്തേക്കിറങ്ങുന്നതിനിടയിൽ ശ്രീഹരി ഓർമ്മിപ്പിച്ചു. മുഖമുയർത്താതെ വിരലുകൊണ്ട് തംസപ്പ് പറഞ്ഞ അവനെ ഒന്നൂടെ നോക്കിക്കൊണ്ട് മുൻവശത്തെ വാതിൽ ചാരിക്കൊണ്ടവൻ ഇരുട്ടിലേക്കിറങ്ങി. ബുള്ളറ്റ് അതിവേഗം പുറത്തേക്കിറങ്ങിയപ്പോൾ അല്പം അകലെയായി പാർക്ക് ചെയ്ത ബ്ലാക്ക് താറിൻ്റെ എഞ്ചിനും ഓണായി. നന്ദന് വീട്ടിലേക്ക് പോകാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. കാറിൽ നിന്നിറങ്ങാതെ ലക്ഷ്യമില്ലാതെയുള്ള ഓട്ടമായിരുന്നു. പിടിക്കപ്പെടുമെന്ന ചിന്ത മനസ്സിൽ ശക്തമായി ഉലച്ചു കളഞ്ഞു. അത് കഴിഞ്ഞാൽ എന്തായിരിക്കും തൻ്റെ അവസ്ഥ എന്നോർത്ത് അവന് ഭ്രാന്ത് വന്നു. സമനില തെറ്റി. വേണ്ടിയിരുന്നില്ല ഒന്നും. അത്രയേറെ പ്രയാസപ്പെട്ടാണ് കോളേജിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പ്രിയപ്പെട്ടവനായത്. അതിലൊരു വല്ലാത്ത മുഖംമൂടിയാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കാൻ
സ്നേഹത്തോടെ മറുപടി പറയാൻ, ഏത് പ്രശ്നങ്ങളിലും ഓടിയെത്താൻ അഭിനയിച്ച് തകർക്കുകയായിരുന്നു. ആരാധനയോടെയും പ്രണയത്തോടെയും നോക്കുന്ന സഹപ്രവർത്തകരുടെയും സുന്ദരികളുടെയും ഇടയിൽ താൻ എത്ര നല്ലവൻ! നോട്ടം എപ്പോഴും നിസ്സഹായരായ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളെ ആയിരുന്നു. ഒരു താങ്ങെന്നോണം കൂടെ ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ച് പതിയെ പതിയെ അവരുടെ മനസ്സിലേക്കും ശരീരത്തിലേക്കും കടന്നു കയറി. സ്വകാര്യ വീഡിയോകൾ സൂക്ഷിച്ച് വീണ്ടും വീണ്ടും കീഴ്പ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ആരും ഇതുവരെ ഒന്നും പുറത്തു പറഞ്ഞില്ല. അങ്ങനെ നോട്ടമിട്ട ഒരാൾ തന്നെയായിരുന്നു ശ്രീലക്ഷ്മിയും. സമയമെടുത്ത് വലയിലാക്കണമെന്ന് കരുതി. പക്ഷേ പകയും വാശിയും തോന്നിയത് അവൻ്റെ കൂടെ കണ്ടപ്പോഴാണ്. ശ്രീഹരി അല്ലായിരുന്നെങ്കിൽ ഇന്നുണ്ടായതുപോലെയുള്ള ഒരബദ്ധം സംഭവിക്കില്ലായിരുന്നു. കഴിഞ്ഞ വർഷമാണ് കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. സുമുഖനും സുന്ദരനുമാണെന്ന് സ്വയം ഉറപ്പുണ്ടായിരുന്നു. ഓരോരുത്തരുടെയും നോട്ടത്തിൽ തനിക്ക് വലവീശി പിടിക്കാനുള്ളവരെ കണ്ടെത്താൻ വലിയ പ്രയാസം തോന്നിയില്ല. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ സുമി ടീച്ചർ പോലും അതിൽ പെടും. 7 വയസ്സധികമാണെങ്കിലും ഭർത്താവിൻ്റെ അവഗണനയാണ് അവരെ തന്നിലേക്ക് അടുപ്പിച്ചത്. അതങ്ങ് തീർത്തു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഈ കാലത്തിനിടയിൽ ഒരിക്കൽ പോലും ശ്രീലക്ഷ്മിയുടെ നോട്ടം തന്നിലേക്ക് നീണ്ടിരുന്നില്ല. അവൻ്റെ പെണ്ണാണെന്ന് അറിയുന്നതുവരെ ഒരു ധൃതിയുമില്ലായിരുന്നു. വേണ്ടിയിരുന്നില്ല. തോൽപ്പിക്കാൻ കിട്ടിയ ഒരു അവസരമായേ അതിനെ കണ്ടുള്ളൂ. ഒരെടുത്തുചാട്ടം. അസ്വസ്ഥമായ മനസ്സോടെ ഉലഞ്ഞുപോയ മുടിയിഴകളെ വകഞ്ഞു മാറ്റി പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചവിട്ടി അവൻ മുന്നോട്ട് നോക്കി. ഒരു ബുള്ളറ്റ് റോഡിന് കുറുകെ കിടക്കുന്നുണ്ട്. നന്ദൻ ചുറ്റും കണ്ണോടിച്ചു. പരിചയമില്ലാത്ത സ്ഥലം. പലതും ഓർത്തുകൊണ്ട് എങ്ങോട്ടേക്കാണെന്ന് പോലും ശ്രദ്ധിക്കാതെയുള്ള ഓട്ടമായിരുന്നു. അതൊരു പോക്കറ്റ് റോഡാണെന്ന് മനസ്സിലായി. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചമൊന്നുമില്ല. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ആ ബുള്ളറ്റ് അവൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. ചെന്നിയിൽ നിന്ന് വിയർപ്പ് ഒഴുകിയിറങ്ങി. കണ്ണുകൾ എരിഞ്ഞു കത്തി. തൊണ്ടയിലൊക്കെ എന്തോ കൊളുത്തിപ്പിടിക്കും പോലെ ഒരു പരവേശം. സ്റ്റിയറിങ്ങിൽ കൈകൾ മുറുകുമ്പോൾ നന്ദൻ വണ്ടി റിവേഴ്സ് എടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. എന്നാൽ പുറകിലായി നിൽക്കുന്ന മറ്റൊരു വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നന്ദൻ്റെ കൈകാലുകൾ നിശ്ചലമായി. വണ്ടിയുടെ സൈഡ് മിററിലൂടെ അവ്യക്തമായിട്ടെങ്കിലും 2-3 പേർ പുറകിൽ നിൽക്കുന്നത് അവൻ കണ്ടു. ഉള്ളംകാലിൽ നിന്ന് ഒരു വിറയൽ പാഞ്ഞു കയറിപ്പോകുന്നത് ശരിക്കും അറിയാനുണ്ട്. നോട്ടം മുന്നിലേക്ക് പാളിയപ്പോൾ തൻ്റെ പതനം പൂർണ്ണമായെന്ന് അവന് തോന്നി. ഒന്നനങ്ങാൻ പോലും ആവാതെ, കൃഷ്ണമണി പോലും ചലിക്കാതെ അങ്ങനെ തന്നെയിരുന്നു, മുന്നിലേക്ക് നോക്കിക്കൊണ്ട്. കട്ടികൂടിയ കനത്ത ഇരുട്ടിനെയും നിശബ്ദതയെയും കീറി മുറിച്ചുകൊണ്ട് ഒരു ചൂളം വിളി ഉയർന്നു കേൾക്കാൻ തുടങ്ങി. ഒരുവൻ മുന്നിൽ നിന്ന് നടന്നു വരുന്നുണ്ട്. അവൻ്റെ കാലടികളിൽ തൻ്റെ ആയുസ് കുറഞ്ഞു വരുന്നത് നന്ദൻ അറിഞ്ഞു. നെഞ്ചിലെ തുറന്നിട്ട ബട്ടൺസിനിടയിലൂടെ സിൽവർ ചെയിനിൽ താളത്തിലാടുന്ന സിംഹത്തല വന്യമായി ചിരിച്ചു. ഷർട്ടിൻ്റെ കോളർ ഒന്നുയർത്തി പുറകിലേക്ക് വലിച്ചിട്ട് കൈ രണ്ടും മുകളിലേക്കുയർത്തി കഴുത്തിലെ ഞെട്ട പൊട്ടിച്ചു. അതൊക്കെ കണ്ട് ഇരുന്ന ഇരിപ്പിൽ താൻ മരിച്ചു പോയിരുന്നെങ്കിലെന്ന് നന്ദൻ ഓർത്തു. സ്റ്റിയറിങ്ങിൽ അമർന്ന കൈകൾ വിയർപ്പാൽ കുതിർന്നു. കാറിൻ്റെ ബോണറ്റിൽ വലതുകാൽ ചവിട്ടി കാൽമുട്ടിലേക്ക് വലതു കൈ താങ്ങി നിൽക്കുന്നവൻ തൻ്റെ വിരലിലെ സിംഹത്തലയുള്ള മോതിരം പതിയെ തടവി. നെറ്റിയിലേക്ക് പാറി വീണ തലമുടിയുടെ ഇടയിൽ കൂടി ജ്വലിച്ചു നിന്ന കണ്ണുകൾ ഇരുട്ടിലും തെളിഞ്ഞു കത്തി. ശ്രീഹരി. ആ പേര് നന്ദൻ്റെ ഹൃദയധമനികളെ ശക്തമായി ഉലച്ചു. കറുത്ത ഓവർകോട്ടൊണിഞ്ഞ ഒരാൾ പുറത്തുനിന്ന് പതിയെ ഡോർ തുറന്നു. ഉമിനീർ ഇറക്കിക്കൊണ്ട് നോക്കി നിൽക്കാനേ നന്ദന് കഴിഞ്ഞുള്ളൂ. ആരും ഒന്നും മിണ്ടുന്നില്ല. കനത്ത നിശബ്ദത തളം കെട്ടി നിന്നു. ശ്രീഹരി അതേ നിൽപ്പ് തുടർന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാതിരിക്കാനായില്ല. തലയിലാകെ മരവിപ്പ് പോലെ. വീഴാനാഞ്ഞ അവനെ അടുത്തു നിന്ന ബലിഷ്ഠമായ കൈകൾ താങ്ങിപ്പിടിച്ച് ശ്രീഹരിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. അവൻ പതിയെ ബോണറ്റിൽ നിന്ന് കാലുമാറ്റി തൻ്റെ കറുത്ത മുണ്ട് മാടിക്കുത്തി വിരലിലെ മോതിരം ഒന്ന് തിരിച്ചു വെച്ചു. അപ്പോഴൊക്കെ ആ കണ്ണുകൾ നന്ദനെ കൊത്തി വലിക്കുന്നുണ്ടായിരുന്നു. അടുത്തേക്ക് നടന്നു വരുന്നവനെ കണ്ട് അടിമുടി വിറച്ചുപോയ നന്ദൻ അഭയത്തിനായി ചുറ്റും പരതി. അത് കണ്ട് ശ്രീഹരി ഒന്ന് ചിരിച്ചു. പേടിയാണോ നിനക്ക്? മറുപടിയില്ലാതെ അവൻ വിറങ്ങലിച്ചു നിന്നു.
ഞാനിങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും കാലും കൈയും വിറക്കുന്നുണ്ടോ നന്ദഗോപന്? രണ്ട് കൈയും പിറകോട്ട് കെട്ടിക്കൊണ്ട് ഗൗരവത്തിൽ തന്നെ ആ ചോദ്യം ഉയർന്നു. ശ്രീഹരി, ഞാൻ അത്രയും പറയാനേ അവന് കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും നെഞ്ചിലേറ്റ ശക്തമായ ചവിട്ടിൽ റോഡിലേക്ക് മലർന്നടിച്ചു വീണു. ഒന്ന് നിലവിളിക്കാൻ പോലും ആകാതെ അയാൾ കിടന്നു പുളഞ്ഞു. അസ്ഥികളെല്ലാം പൊടിഞ്ഞമർന്നു പോയതുപോലെ. ശ്രീഹരി മുണ്ട് ഒന്നൂടെ കുടഞ്ഞ് മാടിക്കുത്തി കയ്യിലെ ഇടിവള ഉള്ളം കൈയിൽ ഇറക്കി വെച്ച് അമർത്തിപ്പിടിച്ചു. കണ്ണാകെ ചുവന്ന് കലങ്ങി രക്തവർണമായി. നാസികത്തുമ്പ് വരെ ദേഷ്യത്താൽ വിറച്ചു പോയിരുന്നു. ഇനി ഒരു സംസാരം ഇല്ല നന്ദ. നീ ഇന്ന് ആരെയാ തൊട്ടതെന്നറിയോ? ഈ പുഴുത്ത കൈ ആരെ തൊടാനാ ഉയർന്നതെന്നറിയോ? ഇനി അതൊരിക്കലും മറക്കാതിരിക്കാൻ ഞാനൊരു സമ്മാനം തരുന്നുണ്ട്. ആണാണെന്ന ധൈര്യത്തിൽ, അഹങ്കാരത്തിൽ നീ ഒരു പെണ്ണിൻ്റെ മുന്നിലും നിൽക്കരുത്. ആരുടെയും മടിക്കുത്തഴിക്കരുത്. നിന്റെ വലതു കാലും ഇടത് കൈയും ഇനി നിനക്ക് വേണ്ട. അത് ഞാനങ്ങ് എടുക്കുക. പിന്നെ ഇതും. അത്രയും പറഞ്ഞ് ശ്രീഹരി നന്ദൻ്റെ അടിനാഭിയിൽ ആഞ്ഞൊന്ന് ചവിട്ടി. നില തെറ്റിക്കൊണ്ട് അയാൾ റോഡിലേക്ക് കമിഴ്ന്നടിച്ചു വീണു. ഒന്ന് നിലവിളിക്കാൻ പോലും ആവാതെ ഒടിഞ്ഞു മടങ്ങി ചുരുണ്ടുപോയി. ശ്രീഹരി തൻ്റെ അടുത്ത് നിൽക്കുന്ന സഹായിയുടെ നേർക്ക് കൈനീട്ടി. തൻ്റെ കയ്യിൽ സൂക്ഷിച്ച ഇരുമ്പ് ദണ്ട് അയാൾ കൈമാറി. ഒരു കൈകൊണ്ട് നന്ദൻ്റെ മുടി കൊരുത്തു പിടിച്ച് അവനെ തിരിച്ചു കിടത്തി. വേദനയിൽ പുളയുകയായിരുന്ന നന്ദന് കാഴ്ചശക്തി നഷ്ടമാകുന്നത് പോലെ തോന്നി. നിലത്ത് കിടന്ന് പുളയുന്നവൻ്റെ രണ്ട് കാലും അകത്തി വെച്ച് ശ്രീഹരി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ ആദ്യത്തെ ചവിട്ടിൽ തന്നെ പിടഞ്ഞുപോയ ശരീരത്തെ വരുതിയിലാക്കാൻ കഴിയാതെ അശക്തനായി നന്ദൻ കിടന്നു. ദണ്ട് രണ്ട് കൈയിലും മുറുകെ പിടിച്ച് ശ്രീഹരി അവൻ്റെ ആണത്തത്തെ തകർത്ത് കളഞ്ഞു. നിലവിളിക്കാനാകാതെ കണ്ണും തുറിച്ച് കഴുത്തൽപ്പം ഉയർത്തി വാ പിളർന്ന് നന്ദൻ ഞെട്ടിത്തെറിച്ചു. ബോധം പോകുന്നതിന് മുമ്പ് തൻ്റെ വലതു കൈ ഉയർത്താൻ ശ്രമിക്കുന്ന ശ്രീഹരിയെ അവ്യക്തമായെങ്കിലും അവൻ കണ്ടിരുന്നു.